കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തു വിവസ്ത്രനാക്കപ്പെടുന്നുണ്ട്. ഈ ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ നാണം മറയ്ക്കുവാൻ തുണിയില്ലാതെ കുരിശിൽ കിടന്ന് പിടയുന്നു. നാണക്കേടിൻ്റെ പടുകുഴിയിൽ കിടന്ന പാപിനിക്കും സമരിയാക്കാരിക്കും ജീവൻ നൽകിയവൻ, സമൂഹം കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിരുന്ന കുഷ്ഠരോഗികൾക്ക് അഭയമായവൻ, ചുങ്കക്കാർക്ക് പോലും അത്താണിയായവൻ, ഒത്തിരി പേർക്ക് തലയുയർത്തി നടക്കുവാൻ കാരണം നൽകിയവൻ ഇന്ന് നഗ്നനായി കുരിശിൽ ഉരുകിത്തീരുന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ക്രൂരത എന്നുള്ളത് നഗ്നനാക്കപ്പെടലാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ കവർച്ചക്കാർ ആ യാത്രക്കാരനോട് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്നുള്ളത് അവനെ വിവസ്ത്രനാക്കി എന്നതാണ്. എത്ര ശക്തിയുള്ളവനും ദുർബലനാകുന്ന, എത്ര കഴിവുള്ളവനും അശക്തനാകുന്ന, എത്ര അറിവുള്ളവനും നിഷ്പ്രഭനാകുന്ന അവസ്ഥ. ശാരീരികമായി നഗ്നമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കില്ലായിരിക്കാം. എന്നാൽ മാനസികമായി, ഭൗതികമായി നഗ്നരാക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുമുണ്ടാവാം. ഒരിക്കലും മറക്കാനാവാത്ത ചോരയൊലിക്കുന്ന വ്രണങ്ങളായി അത് മാറ്റപ്പെട്ടിട്ടുണ്ടാവാം. കുരിശിൻ്റെ വഴികളിൽ ചലിക്കുന്നവർക്ക് വിവസ്ത്രരാക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് ഓടിയൊളിക്കുവാനാവില്ലല്ലോ. നമുക്ക് മൊഴി കഴിവില്ല. പക്ഷെ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, ഞാൻ ആരെയും ആ ദുരന്തത്തിന് ഇരയാക്കില്ല. ആരെയും വാക്കുകൊണ്ടുപോലും ഞാൻ നഗ്നരാക്കുകയില്ല. മാത്രമല്ല, നഗ്നനാകുന്നതിൻ്റെ വേദന അറിഞ്ഞതുകൊണ്ട് നഗ്നരാക്കപ്പെട്ടവരെ നമുക്ക് ആശ്വസിപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.